വാർത്തയിലേക്ക് വിശദമായി. പാലക്കാട് തൃത്താലയിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളുമായി പള്ളി നേർച്ച. ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് നേതാക്കളുടെ ചിത്രം പിടിച്ചത്. നേതാക്കളായ ഇസ്മായിൽ ഹനിയെ, യഹ്യ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. അതേസമയം ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചത് ദേശവിരുദ്ധമെന്ന് ഹിന്ദു ഐക്യവേദി വിമർശിച്ചു. ഇന്നലെയാണ് പാലക്കാട് തൃത്താലയിൽ നേർച്ചയുണ്ടായത്. ആദ്യകാലങ്ങളിൽ ഒരു പള്ളിയുടെ ഭാഗമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആഘോഷം മാത്രമായി നടന്നിരുന്ന നേർച്ച പിന്നീട് പിൽക്കാലത്ത് അത് ഈ ഒരു ദേശം മുഴുവൻ ഒന്നാകെ നടത്തുന്ന ഒരു ആഘോഷമായി മാറുകയായിരുന്നു. അതിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രയിൽ ആനകളെ എഴുന്നള്ളിക്കുന്ന ആ ഒരു വേളയിലാണ് ഈ ഹമാസ് നേതാക്കളുടെ ചിത്രം ഉയർത്തിക്കാട്ടിയത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം പിന്നീട് പ്രചരിച്ചു. ഇതോടെയാണ് വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുന്നത്. ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹനിയ, യഹ്യ സിൻവാർ, ഹിസ്ബുള്ള നേതാവായ ഹസൻ നസ്രുള്ള ഇവരുടെ ചിത്രങ്ങളാണ് ഈ ആനയുടെ എഴുന്നള്ളത്ത് സമയത്ത് ഉയർത്തിക്കാട്ടിയത്. ഈ പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന ഹമാസ് നേതാക്കളുടെ ഫോട്ടോ എന്തിന് ഉയർത്തിക്കാട്ടി? കേരളത്തിന്റെ ഒരു ആഘോഷത്തിൽ അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ ആഘോഷത്തിന് എന്തിന് ഇത്തരം നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി എന്നതാണ് ഈ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരിക്കുന്നത്. പല രാജ്യങ്ങളും തീവ്രവാദ സംഘടനകളായി തന്നെ മുദ്രകുത്തിയ ഹമാസ് സംഘടനയെ അല്ലെങ്കിൽ ഹമാസിന്റെ നേതാക്കളെ ഒന്നും ഉയർത്തിക്കാട്ടാറില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ഒരു ആഘോഷത്തിന്, ഒരു ജനകീയ ഉത്സവത്തിന് ഈ ഹമാസിന്റെ നേതാക്കളെ ഉയർത്തിക്കാട്ടി. അതാണ് ഏറ്റവും വലിയ വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ എന്തിന് ഈ ഫലസ്തീൻ ജനതയോട് ഒപ്പം നിൽക്കുന്നു എന്ന് കാണിക്കാൻ ഹമാസ് നേതാക്കളെ എന്തിന് ഉയർത്തിക്കാട്ടി എന്നതാണ് ഈ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ആദ്യകാലത്തിൽ മതപരമായി നടന്ന ആ ഒരു ആഘോഷം പിന്നീട് ഒരു ദേശത്തിന്റെ മുഴുവൻ ഉത്സവമായി മാറുകയായിരുന്നു. പക്ഷേ ആ ഉത്സവം ആണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഈ വീഡിയോ, ഈ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെയാണ് ഇത്തരം വിവാദങ്ങൾ ഇപ്പോൾ കൊഴുക്കുന്നത്.